മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല സന്നിധാനം. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നുള്ള തങ്കയങ്കി ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. ബുധനാഴ്ച രാവിലെ 10:30-നും 11:30-നുമുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ സവിശേഷത. വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരികയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് തലേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തു. 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് 26-ാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും. തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പോൾ അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. 1973-ലാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് തങ്കയങ്കി. അതേ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് സ്വർണ്ണ പീഠവും കിരീടവും തങ്കയങ്കി പീഠം പാതകം മാടകി കയ്യുട മുഖം കിരീടം എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5:30-ന് ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് 18-ാം പടിക്ക് മുകളിലായി കൊടിമരത്തിന് മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും. 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അന്ന് രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം കാണാം. നാളെ ഉച്ചയ്ക്ക് 10:30-നും 11:30-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. അന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി. പിന്നീട് ഈ മാസം 30-ന് വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതോടെ മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം.